സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അതിനു വേണ്ടി കുറച്ച് വറുത്ത കപ്പലണ്ടിയാണ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ പൊടിച്ചെടുക്കാം. കപ്പലണ്ടി പൊടിച്ചെടുത്തു. ഇനി 1 കവർ ബിസ്ക്കറ്റാണ്, അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്, കപ്പലണ്ടിയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് പൗഡർ, അതൊരു 1/2 കപ്പ്, പിന്നെ കണ്ടൻസ് മിൽക്ക്, കുറച്ച് ഈന്തപ്പഴം, ഇത്രയും മതി. സ്റ്റൗ ഓൺ ചെയ്ത് പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരട്ടെ. മിൽക്ക് പൗഡർ നമുക്ക് പാനിലേക്ക് തട്ടിക്കൊടുക്കാം. അത്ര ഭയങ്കര ചൂടാവണ്ട, ചെറിയ ചൂടായപ്പോൾ ഇതിനെ നല്ലതുപോലെ വറുത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിസ്ക്കറ്റ് പൊടിച്ചതും തട്ടി, കപ്പലണ്ടി പൊടിച്ചതും തട്ടി, ഇനി ഇതിലേക്ക് ഈന്തപ്പഴം കൊത്തി അരിഞ്ഞതും ഇട്ട്, കണ്ടൻസ് മിൽക്ക് അത് ഒരു 2.5 സ്പൂൺ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഞാൻ തീ ഓഫ് ചെയ്താണ് വെച്ചിരുന്നത്. ഇനി ചെറിയ തീയിലേക്ക് ആക്കാം. ചെറിയ തീ മതി. ഇതിനെ ഇളക്കി കൊടുക്കാം. ഇത് നിറം മാറി തുടങ്ങണേ ഉള്ളൂ. ഇത് ഇത്തിരി ബ്രൗൺ ആയി വരണം. മൂക്കെ ഒന്ന് വറുത്ത് ബ്രൗൺ ആക്കണം. ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തീ അങ്ങ് ഓഫ് ചെയ്തേ ഞാൻ. ഇതിനെ ടൈലിൻ്റെ ഒരു കല്ലിൻ്റെ പുറത്ത് ഞാൻ തട്ടി ചൂടാറുമ്പോൾ ഇതിനെ നല്ല പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കണം. നല്ല കുഴച്ച് ഇത് ഇത്തിരി തണുത്തതിന് ശേഷം ഞാൻ ഈ ബട്ടർ പേപ്പറിൽ നീളത്തിന് വെച്ചിട്ട് ഇതുപോലെ മടക്കി വിടണം. മടക്കി വിട്ടതിന് ശേഷം നല്ല പ്രസ് ചെയ്ത് അമർത്തി നമ്മളെ വണ്ണം അനുസരിച്ച് തേച്ചിങ്ങനെ അങ്ങ് വിട്ടു കൊടുത്താൽ മതി. ഇതിനി 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. കുറച്ച് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്ത് ഇവിടെ വെച്ചേക്കുന്നു. മെൽറ്റ് ചെയ്ത് ഇത് ഒരു ബ്രഷ് എടുത്ത് ഇതിനെ മുക്കി ഈ റോളിലേക്ക് അടിച്ചു കൊടുക്കാം. ഇതിന് ഒരു സൈഡ് ഫുള്ളും അടിച്ചു കഴിഞ്ഞ് ഇനി മറു സൈഡ് തിരിച്ച് വെച്ചിട്ട് ആ സൈഡും കൂടെ അടിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് ബ്രഷ് ചെയ്ത് നല്ലതുപോലെ ഫുൾ കവറിങ് ചെയ്തിട്ടുണ്ട്. ഇതിനി 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്ത ചോക്ലേറ്റാണിത്. ഇത് ഞാൻ വുഡിൻ്റെ മോഡൽ ചോക്ലേറ്റാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇതിനെ ഇനി ഓരോ പീസാക്കി കട്ട് ചെയ്ത്
മാറ്റാം. ഇതിൻ്റെ മോഡൽ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് എല്ലാവരും ചെയ്തു നോക്കണം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടെ അമർത്താനും ആരും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെയും ബായ്.